നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സക്സസ് PSC 25ലേക്ക് സ്വാഗതം. നമ്മളിന്ന് കമ്പനി ബോർഡ് LGS സിലബസ് പരിശോധിക്കാൻ പോകുകയാണ്. നല്ലൊരു സുവർണ അവസരമാണ് ഈ എക്സാം. അതാരും നഷ്ടപ്പെടുത്തരുത്. നന്നായി പഠിക്കുക, സിലബസ് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് സിലബസിലോട്ട് പോകാം. പൊതുവിജ്ഞാനം 40 മാർക്ക്. പൊതുവിജ്ഞാനത്തിൽ 40 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. കറണ്ട് അഫയേഴ്സ് നന്നായി നോക്കുക. 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. സയൻസ് 10 മാർക്ക്. പൊതുജനാരോഗ്യം 10 മാർക്ക്. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 20 മാർക്ക്. നെക്സ്റ്റ് പൊതുവിജ്ഞാനത്തിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ 5 മാർക്ക്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും 5 മാർക്ക്. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്ക്. നെക്സ്റ്റ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്ക്. കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് 10 മാർക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ 5 മാർക്ക്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്ക്. അടുത്തത് കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. സയൻസിൽ ജീവശാസ്ത്രം 5 മാർക്ക്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യകാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹ്യ വനവത്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. നെക്സ്റ്റ് ഭൗതികശാസ്ത്രം, രസതന്ത്രം 5 മാർക്ക്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ഫലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. അടുത്തത് പൊതുജനാരോഗ്യം 10 മാർക്കിന് വരുന്നുണ്ട്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അടുത്തത് മാത്സിൽ ലഘുഗണിതം 10 മാർക്ക്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വവും നഷ്ടവും, സമയവും ദൂരവും. അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയിലും 10 മാർക്ക്. ടോട്ടൽ മാത്സിൽ 20 മാർക്ക്. ഇവിടെ മെൻ്റൽ എബിലിറ്റി 10 മാർക്കിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള സിലബസ്. ഈ സിലബസ് നന്നായി മനസ്സിലാക്കി ഇതിനു ശേഷം പഠനം ആരംഭിക്കുക. ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഈ ജോലി ഉറപ്പായിട്ടും നേടാൻ സാധിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. സിലബസുമായി ബന്ധപ്പെട്ട സിലബസിലുള്ള വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നന്നായി പഠിക്കുക. താങ്ക് യു.